താറ് വഴി ഈ വെളുപ്പകാലത്ത് ആരാണോ ആരാത് ആ മല്യം കടുകാരിക്കുള്ളൂ. ചേട്ടന് ഈ രൂപത്തിൽ കണ്ട അവര് ഞെട്ടിത്തെറിക്കും. ഞാൻ പോയി തുറക്കവാതില്ലേ. ഒരു കൊല്ലം ഇവിടെ കഴിയാനുള്ളതാ. ഇപ്പോഴേ പിള്ളേരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇന്നലെ വന്നു കയറി നിരങ്ങി പോലെ അങ്ങ് നിരങ്ങും. ഓ ഇതൊരു കീറാമുട്ടാണല്ലോ. അല്ല വേണ്ട, താൻ പോയി തുറക്ക്. എന്റെ ഈ സ്റ്റീൽ ബോഡി കാണിച്ച ശരിയാവില്ല. കെട്ടുപ്രായം കഴിഞ്ഞേക്കുന്നത് പിള്ളേരാ, പലതും അറിയാതൊക്കെ തോന്നിപ്പോവും. ഒരു ജിമിനീഷ സരളെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇറങ്ങി വേണം. എന്താണ് നിന്റെ പേര്? മുജീബ് റഹ്മാൻ. ആരടാ ഇവള്? എന്റെ പെങ്ങളാണ് സാർ, സരള. റഹ്മാന്റെ പെങ്ങള് സരള. സഹോദരനും സഹോദരിയും തമ്മിൽ നല്ല മതസൗഹാർദ്ദം. സാർ ഇതെന്റെ കൂട്ടുകാരന്റെ ഭാര്യ. എനിക്ക് എന്റെ സ്വന്തം പെങ്ങളെ പോലെയാ. പെങ്ങളെ പോലെ? പെങ്ങളല്ലല്ലോ. ആണോ? സത്യം പറ, ആരാ അവള്? മുംബൈയില് ബാർ ഡാൻസർ ആയിരുന്നു. ഇപ്പോ റെന്റെ വൈഫായിട്ട് ജോലി ചെയ്യുന്നു. റെന്റെ കാറെന്നൊക്കെ കേട്ടിട്ടുണ്ട്. റെന്റെ വൈഫ് കൊള്ളാം, നല്ല ബിസിനസ്. എന്താ നിനക്ക് ഇവിടെ കാര്യം? അത് വീട് പണിയത്തിലെടുക്കാൻ വേണ്ടി ഭാര്യയായിട്ട് അഭിനയിക്കാൻ പണം തന്ന് കൂട്ടിക്കൊണ്ടു വന്നതാ. പണം തന്നാ നീയൊക്കെ എന്തും ചെയ്യും. ആരൊക്കെയാ കൂട്ടുകക്ഷികള്? എവിടെ കൂടാതെ വേറെ എത്ര പെങ്ങന്മാരുണ്ടോ? ഞാനൊരു പാവം ബ്രോക്കറാണ് സാർ. അത് വൈഫിനെ റെന്റിന് വിട്ടപ്പോഴേ മനസ്സിലായി. അയ്യോ ഇതെന്റെ വൈഫല്ല സാർ, എനിക്ക് റിയൽ എസ്റ്റേറ്റാ. റിയലി? റിയൽ അല്ല സാർ, റിയൽ എസ്റ്റേറ്റ്. ആ സാർ, ഇവരുടെ പേരിലാണ് വീട് പണയത്തിന് എടുത്തിരിക്കുന്നത്. അകത്തെന്താ കിണർ കുത്തായിരുന്നോ? എക്സർസൈസ്. നീയൊക്കെ കൂടെ ഇവിടുത്തെ പെണ്ണുങ്ങളെ റെഡ് സ്റ്റേറ്റിൽ എത്തിക്കില്ലടാ. വകുപ്പ് ഇമ്മോറൽ ട്രാഫിക്കാ. എന്താണ് നിനക്കൂടെ പണി? കോൺട്രാക്ടറാ. അല്ല, പച്ച കള്ളമാണ് സർ. ഇന്നലെ ഇയാൾക്ക് ബിസിനസ് ആണെന്നാ പറഞ്ഞത്. താങ്ക് യു ഫോർ ദാറ്റ് വാല്യുബിൾ ഇൻഫർമേഷൻ. കേസിന് വലിയ തുമ്പുണ്ടാക്കുന്ന ഒരു പോയിന്റ് ആ കുട്ടി പറഞ്ഞത്. എന്താ പേര്? മല്ലിക. ഓ മനസ്സിലായി, ഈ കേസിലെ പരാതിക്കാരി. എന്റെ പേര് ശ്രീനിവാസൻ, SI ശ്രീനിവാസൻ. കണ്ടില്ലേ? ശരവണൻ കോൺട്രാക്ടർ കം ബിസിനസ് മാൻ ആണല്ലേ? കോൺട്രാക്ടർ കം ബിസിനസ് മാൻ അല്ല, അല്ലറ ചില്ലറ പണി കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ചിന്ന കോൺട്രാക്ടർ. കൊട്ടേഷൻ ബിസിനസ് അങ്ങനെ മലയാളത്തിൽ പറയും. കൂടുതൽ സ്മാർട്ട് ആകാൻ നോക്കണ്ട. ഐ വോണ്ട് ടോളറേറ്റ് ദിസ് കൈൻഡ് ഓഫ് ഗുണ്ടായിസം. നോക്കി നിൽക്കാതെ എല്ലാത്തിനെ പിടിച്ച് വണ്ടി കയറണം. സാർ ഞാൻ ഇവള് കുളിച്ചിട്ട് വരാം. നിന്നെ ലോക്കപ്പിലിട്ട് കുളിപ്പിക്കണം. പട്ടി എന്താ കേസാക്കണ്ട, ഇവിടെ നിന്ന് ഒഴിവാക്കിയാ മതി. ഇവര് കുട്ടി ഉപദ്രവിക്കുന്നു പഠിച്ചിട്ടാണോ? അതല്ല സർ, ഇത്തരം കേസിൽ ഞങ്ങൾ കോടതിയിൽ സാക്ഷി പറയാൻ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ പിന്നെ പല കഥകളും പറഞ്ഞുണ്ടാക്കും. എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? മതി താമസം. പെട്ടിയും പ്രമാണം ഇറങ്ങിക്കല്ല. അങ്ങനെ ഒഴിയാൻ പറ്റില്ല. ഈ വീട് 1 വർഷത്തേക്ക് കരാർ എഴുതി പണയത്തിനെടുത്തവനാ ഞാൻ. കാലാവധി കഴിയാതെ ഇറങ്ങേണ്ടെന്നൊരു വകുപ്പുണ്ട് കരാറില്. ഹൗസ് ഓണർക്ക് താല്പര്യമില്ലെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വകുപ്പുണ്ട് അല്ലേ? ഒരു കാര്യം ചെയ്യൂ, ഇവരുടെ പൈസ എങ്ങ് തിരിച്ചു കൊടുക്കൂ. കാശിപ്പ കയ്യിലില്ല, കുറച്ചു ദിവസത്തെ അവധി തരണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കാശ് എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോളാം. പൈസ 1 2 അല്ല, 1 ലക്ഷം ഉറുപ്പിക. തൽക്കാലം ഇവര് കാശ് തരുന്നത് വരെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുക. എന്നാ സാറൊരു പണി, സാറ് ഭാര്യയും കുട്ടികളും കൂട്ടി സ്റ്റേഷനിലേക്ക് താമസം മാറി. ഞങ്ങൾ സാറിന്റെ വീട്ടിലേക്ക് താമസം മാറ്റിക്കോളാം. കുട്ടി ഒന്നും വിഷമിക്കണ്ട, ഇവന്മാരെ ഞാൻ ഡീൽ ചെയ്തോളാം. അത് ശരി, ആളെ കണ്ടപ്പോഴേ എനിക്കും തോന്നി. മറക്കല്ലേ? നടക്കണം സാറേ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്താടാ? കോൺസ്റ്റബിൾ അംബുജാഷിയുടെ ഗർഭത്തിനുള്ള ഉത്തരവാദി സാറാണെന്നുള്ളത് സാറിന്റെ ഭാര്യയോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് സ്റ്റേഷനിലോട്ട് വന്നാ മതിയോ? അംബുജാക്ഷി എങ്ങനെ അറിയാം? അംബുജാക്ഷിക്കുള്ള വാടക വീട് ഞാനാ ശരിയാക്കി കൊടുത്തത്. അപ്പം എല്ലാം പറഞ്ഞതുപോലെ തൽക്കാലം അഡ്വാൻസ് തുക അറേഞ്ച് ചെയ്യുന്നവരെ ഇവരിവിടെ കഴിഞ്ഞോട്ടെ. പാവങ്ങളാ. ഞാൻ മുടങ്ങി അല്ലേ?
ഹരഹരോ ഹരഹര. താക്കോൽ പൂജിക്കേണ്ടതുണ്ട്. എല്ലാവരും താക്കോൽ താമ്പാളത്തിൽ കൊണ്ടിടുക. പൂജിച്ചു തരാം. രാമനൊക്കെ ഭയം തന്നെ. ഹരഹരോ ഹരഹര. നിങ്ങളുടെ മുതലാളിയിലെ വിശ്വാസിയാന്ന് തോന്നുന്നു. അയ്യോ വിശ്വാസി എന്ന് ഇങ്ങനെ വിശ്വാസമുള്ള ഒരു വിശ്വാസി വേറെ ആരുമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആമാ നിജന്താ. പൂജയ്ക്ക് അമ്പലത്തിലേക്ക് ഞാൻ പറഞ്ഞോ, കുടിച്ചിട്ടില്ല. അതൊരു പുതിയ സംഭവം അല്ലല്ലോ. താക്കോല് കൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോയി ബുദ്ധിമുട്ടണമെന്നില്ല. സ്വാമിജി നേരെ ഇങ്ങോട്ട് എഴുന്നള്ളൂ. സ്വാമിജി ഇങ്ങോട്ടോ? അയ്യോ സാക്ഷാൽ ഭഗവാൻ അങ്ങനെയാ. എല്ലാം മായാജാലമല്ലേ. എല്ലാരും ഭക്തിപുരുഷനും താക്കോൽ താമ്പളത്തിൽ കിടുക. ഹരഹരോ 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 താക്കോൽ ഹരഹര. ഇരുവേൽ മുരുക, വെട്ടുവേൽ മുരുക, ജ്ഞാനപ്പഴമേ ഇതെങ്ക പോടണം. இந்த பேகில போடுறா தங்கப்பா. സ്വാമി സ്വാമി சாமி சாமி ഹരഹരോ ഹരഹര. നിങ്ങൾ എന്താ കാട്ടണേ? ഇതാണ് പൂജ. ലോങ് ട്രിപ്പ് പോകുമ്പോ ഇവിടുത്തെ ഒരു പതിവാ. ആ വിളിച്ചോ? ഇനി ഹരഹരോ വിളിക്കണ്ട. പകരം ഞങ്ങൾ നീണ്ടകര വഴി കൊടകര എന്ന് പറഞ്ഞാരേ, ഇത് കുന്നംകുളത്തുണ്ടാക്കിയ ജോസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബുദ്ധിയല്ല. നൈനാൻസ് ഫൈനാൻസും സി സി എടുത്ത 8 ലോറികൾ ശരവണ പൂജയ്ക്ക് എടുത്തുന്ന്. തങ്കപ്പ ഗേറ്റ് പൂട്ട്. തങ്കപ്പോയി എന്താ പോയി? ആ മല്ലിപ്പട്ടാളം ഗേറ്റ് പൂട്ടിയോ? ഓഹോ, നമുക്ക് ഗേറ്റ് ചാടിയാലോ? ആരും ഉറങ്ങിയിട്ടില്ല. ചുമ്മാ നമ്മളായിട്ടൊരു കശപശ ഉണ്ടാക്കണ്ട. പുലിക്ക് പൂച്ചക്കുട്ടിയെ പേടിയാ? തങ്കപ്പോയി എഞ്ചെ പോയി. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഓർഡർ ചാടാം. ഓക്കേ. ഭാഗ്യം ആരും കണ്ടില്ല. ആരോ കണ്ടിട്ടുണ്ട്. തന്റെ അമ്മായിമ്മ കണ്ടോ? അവളുടെ ഒരു പൂട്ട്. ഈ മാല അലങ്കരിക്കാൻ ഇങ്ങനൊരു താലി ഇനി വേണ്ട. വലിച്ചെറി. ഞാൻ എറിഞ്ഞ 4 പോകത്തുള്ളൂ. നീ എറിഞ്ഞ വിക്കറ്റ് എറിയും. അവളുടെ ഒരു പൂട്ടും കൊടച്ചക്രം. ഇനി ഇതുകൊണ്ട് അവള് പൂട്ടണത് എനിക്കൊന്ന് കാണണം. ഇങ്ങോട്ട് വേണമെങ്കിൽ അയ്യേ, ഇതെന്തത്? ഇങ്ങനെ ബൗൾ ചെയ്യുന്നത് ഞാനറിയാം.